ഒരു ഇടവേളയ്ക്ക് ശേഷം ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇപ്പോൾ ലോകത്തെ ശരിക്കും എങ്ങോട്ടാണ് നയിക്കുന്നത്? പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനൊരു ഇടവേള ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. കാരണം 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ ഭീകരാക്രമണം ഇസ്രായേലിൽ നടത്തിയ ഏതാണ്ട് 1300ഓളം പേര് കൊല്ലപ്പെട്ടു, 300ഓളം പേരെ ബന്ദികളാക്കി. അതിനെ തുടർന്നുണ്ടായ യുദ്ധം അന്ന് തുടങ്ങിയതാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു സംഘർഷം. അത് പല തരത്തിൽ പല രൂപത്തിൽ മാറ്റങ്ങളുണ്ടായി എന്നുള്ളൂ. ആദ്യം അത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് ഒതുങ്ങി, പിന്നീട് അത് ഹിസ്ബുള്ളയും ഹൂതികളും ജോയിൻ ചെയ്യുന്നു, പിന്നീട് ഇറാനും അതിൻ്റെ ഭാഗമായി മാറി. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിട്ടുള്ള 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് 3-4 ആക്ടേഴ്സ് ഉണ്ട് പ്രധാനമായിട്ട്. ഒന്ന്, ഇറാനും ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള ഹൂതി, ഹിസ്ബുള്ള, അത് ഹമാസ് പോലെയുള്ള സംഘടനകൾ. ഏത് സമാധാന ശ്രമങ്ങളെയും കഴിഞ്ഞ 47 വർഷത്തെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലുണ്ടായ എല്ലാ സമാധാന ശ്രമങ്ങളെയും അട്ടിമറിച്ചത് ഇറാനും ഇറാൻ്റെ പ്രോക്സികളും തന്നെയാണ്. അത് 78 നമ്മുടെ ക്യാമ്പ് ഡേവിഡ് എഗ്രിമെൻറ്റിന് നൽകിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കുറച്ചെങ്കിലും. അതിൽ ഈജിപ്തും ഇസ്രയേലും പരസ്പരം അംഗീകരിക്കുന്ന ഒരു സമാധാന ഉടമ്പടി, അത് പിന്നീട് അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. അത് പരാജയപ്പെടാൻ ഈജിപ്റ്റ് അത് എക്സ്റ്റെൻഡ് ചെയ്തില്ല. ഈജിപ്തും ഇസ്രയേലും തമ്മിൽ അത് ഉടമ്പടിയിലേക്ക് ഒതുങ്ങി എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഓസ്ലോ എഗ്രിമെൻറ്റ്, പീസ് എഗ്രിമെൻറ്റ് അമേരിക്കൻ ഇനിഷ്യേറ്റീവ് തന്നെയാണ്. അങ്ങനെ PLO ഇസ്രയേലിനെ അംഗീകരിക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു 1993. അതും ഹമാസിൻ്റെ എതിർപ്പും കൊണ്ട് പിന്നീട് വിചാരിച്ചതുപോലെ വെസ്റ്റ് ബാങ്കിൽ ഒരു ഓട്ടോണമി എന്നുള്ള തലത്തിലൊരു പലസ്തീനിയൻ ഗവൺമെൻറ് അതോറിറ്റി വന്നുവെങ്കിലും അതൊരു രാജ്യമായി കൺവേർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ തുടക്കത്തിലെ പരാജയപ്പെടുത്തി. അത് പരാജയപ്പെടുത്തുന്നതിൽ ഇറാനും ഹമാസിനും വലിയ റോൾ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ 2019-20 കാലഘട്ടത്തിൽ വരുന്ന എബ്രഹാം അക്കോർഡ്, അതും പശ്ചിമേഷ്യയിലൊരു പുതിയ കാലാവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറബി രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള ഒരു പരസ്പര സഹകരണം, സാമ്പത്തിക ഉൾപ്പെടെയുള്ള മേഖലകളിലെ സഹകരണം പ്രതീക്ഷിച്ചിട്ടുള്ള കരാർ. അതിൽ UAE, ബഹ്റിൻ, മൊറോക്കോ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഒപ്പുവെച്ചു. അതിൽ സൗദി അറേബ്യ ഒപ്പുവെക്കുമെന്നുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് ഹമാസിൻ്റെ അട്ടിമറി ഉണ്ടാകുന്നത്. അപ്പം ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കേരളത്തിലെ ചർച്ചകളിൽ പലപ്പോഴും ഒരു സൈഡായിട്ട് ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പറയുന്നത്. അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ, ഇപ്പം ട്രംപിൻ്റെ വിനാശകരമായ പോളിസീസൊക്കെ പിന്നീട് നമ്മൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. പക്ഷേ സ്ഥായിയായ വിഷയം എന്ന് പറയുന്നത് പാലസ്തീനിൻ്റെ 2 നാഷൻ തിയറി എന്നുള്ളൊരു കോൺസെപ്റ്റ് അറബി ലോകം അന്നും ഇന്നും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 1-2 രാഷ്ട്രങ്ങൾ മാത്രമാണ് അത് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പം പാലസ്തീനെ വിഭജിച്ച് ഇസ്രയേൽ രൂപം കൊണ്ടത് മുതലുണ്ടായ സംഘർഷമാണ്. ഇസ്രയേലിന് ആ പ്രദേശത്ത് പാടില്ല എന്ന നിലപാടാണ് IRGCയും ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക നിലപാട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് എന്തുകൊണ്ട് ഒരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ ഇതിനകത്ത് സാധ്യമല്ല എന്ന് പറയുന്നത്, കാരണം IRGCയുടെ ഡിക്ലെയർഡ് പോളിസിയിൽ ഇസ്രയേൽ എന്നൊരു രാഷ്ട്രം പാലസ്തീനിലും വെസ്റ്റ് ഏഷ്യയിൽ പാടില്ല എന്നുള്ള ഒരു പോയിന്റ്. രണ്ടാമത്, ഇപ്പോൾ ഹിസ്ബുള്ളയുടെയും അല്ലെങ്കിൽ ഹൂതികളുടെയൊക്കെ ഒഫീഷ്യൽ മോട്ടോ എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് USA, ഡെത്ത് ഓഫ് ഇസ്രയേൽ, അതുപോലെ ജൂത സമൂഹത്തിൻ്റെ നാശം. ഇത് അവരുടെ ഔദ്യോഗിക നയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നയതന്ത്രപരമായ ഒരു സൊല്യൂഷൻ ഇവിടെ സാധ്യമല്ല. ഈ യുദ്ധമെന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ അനിവാര്യമായ ഒരു യുദ്ധമാണ്. അത് ഇറാനിലെ ഭരണം മാറ്റം നടക്കുന്നത് വരെ ഇത് തുടരും. കാരണം ഇത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന അമേരിക്ക 2025 ജൂൺ മാസത്തിൽ അമേരിക്ക ഇടപെടുകയും ഇസ്രയേലും ഇറാനും ഇറാൻ്റെ പ്രോക്സികളും തമ്മിൽ നടത്തിയിരുന്ന യുദ്ധത്തിൽ അമേരിക്ക പങ്കാളിയാകുകയും അമേരിക്കയുടെ ബോംബിംഗ് നടക്കുകയും അതിനെ തുടർന്നുണ്ടായ സാഹചര്യത്തിലാണ് ഇറാന് വെസ്റ്റ് ഏഷ്യയിലെ GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. അതിനൊരു പുതിയ മാനം വന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ ഹോർമൂസ് മുതൽ മെഡിറ്ററേനിയൻ വരെ വ്യാപിച്ച് കിടക്കുന്ന, അത് ഒരു റെഡ് സീ ഉൾപ്പെടെ വ്യാപിച്ച് കിടക്കുന്ന മേഖലയിലേക്ക് പശ്ചിമേഷ്യൻ സംഘർഷം വ്യാപിച്ചു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ 1948 മുതലുള്ള സംഘർഷമാണ് ഇന്നും പുതിയ രീതിയിൽ തുടരുന്നത്.